Hello, good morning. Today we have editorial about the West Bengal local body election. അവിടെ അക്രമസംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മുതൽ ഉണ്ട്. അതേപ്പറ്റിയാണ് എഡിറ്റോറിയൽ. ഗ്രാസ് റൂട്ട്സ് പീസ്, താഴെത്തട്ടിലുള്ള സമാധാനം. ഗ്രാസ് റൂട്ട്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ടു ലോക്കൽ ബോഡീസ് are not possible without peace. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രവും ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ ടു ലോക്കൽ ബോഡീസ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആർ നോട്ട് പോസിബിൾ വിത്തൗട്ട് പീസ്, സമാധാനം കൂടാതെ അത് സാധ്യമാവില്ല. ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ scheduled for July 8 have yet again brought political violence in the state to the forefront. ലോക്കൽ ബോഡി ഇലക്ഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ഷൻ ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ 8 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഹാവ് യെറ്റ് അഗെയിൻ ബ്രോട്ട് പൊളിറ്റിക്കൽ വയലൻസ്, രാഷ്ട്രീയ അക്രമങ്ങൾ ഇൻ ദ സ്റ്റേറ്റ് ടു ദ ഫോർഫ്രണ്ട്, അത് മുൻപിലേക്ക് ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 7 persons, they include supporters of the ruling Trinamool Congress and opposition parties such as Bharatiya Janata Party, the Congress and Indian Secular Front, have died since notification of the polls on July 8. 7 persons, 6 ആളുകൾ, they include supporters of the ruling Trinamool Congress, ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെ, അപ്പോസിഷൻ പാർട്ടി സച്ച് എസ് ദ ഭാരതീയ ജനതാ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടിൻ്റെ ഒപ്പോസിഷൻ പ്രതിപക്ഷ BJP-യിൽ നിന്ന് ആളുകൾ മരണപ്പെട്ടു. ദ കോൺഗ്രസ്സിൽ നിന്നും ആൻ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട്, അതിൽ നിന്നും ആളുകൾ മരണപ്പെട്ടു. ഹാവ് ഡൈഡ് സിൻസ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ദ പോൾസ് ഓൺ ജൂൺ 8. ജൂൺ 8 ഇതിൻ്റെ വിജ്ഞാപനം വന്ന ഉടൻ മുതൽ ഇത്തരം സംഭവങ്ങൾ. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, SEC, സെലക്ട് ഇലക്ഷൻ കമ്മീഷൻ, and the West Bengal government have approached the Supreme Court of India challenging the Calcutta High Court order on June 15 directing the deployment of central forces in all districts. The State Election Commission, SEC, and the West Bengal government have approached the Supreme Court, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു, ഓഫ് ഇന്ത്യ, ചലഞ്ചിങ് ദ കൽക്കട്ട ഹൈക്കോർട്ട് ഓർഡർ, കൽക്കട്ട ഹൈക്കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ട്. എന്താണ് കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി? ജൂൺ 15 വിധി എന്താണ്? വിധി ഡയറക്റ്റിംഗ് ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഫോഴ്സസ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ്, എല്ലാ ജില്ലകളിലും കേന്ദ്രസേനയെ നിയോഗിക്കാൻ. ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഫോഴ്സസ് എല്ലാ ജില്ലകളിലും. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ SEC ഡു നോട്ട് ഹാവ് ഇനഫ് റിസോഴ്സസ് അറ്റ് ദെയർ ഡിസ്പോസൽ ടു കണ്ടക്ട് the mammoth exercise across the state on a single day. The state government and the SEC, state government and state election commission, do not have enough resources. അവർക്ക് വേണ്ടത്ര റിസോഴ്സസുകളില്ല. എന്തിന്? അറ്റ് ദെയർ ഡിസ്പോസൽ ടു കണ്ടക്ട് ദ mammoth exercise across the state ഓൺ എ സിംഗിൾ ഡേ, ഒരേ ദിവസം ഈ ബൃഹത്തായ പ്രക്രിയ, മമ്മത്ത് എക്സസൈസ്, വലിയ ഈ പ്രക്രിയ
അക്രോസ് ദി സ്റ്റേറ്റ് ഓൺ എ സിംഗിൾ ഡേ, ഒറ്റ ദിവസം സംസ്ഥാനം മുഴുക്കെ നടത്താൻ ഉള്ള റിസോഴ്സസ് അവർക്കില്ല. Therefore, the deployment of central forces should have been welcomed, particularly when the High Court has directed that cost of the deployment will borne by the center and not state government. Therefore, അതുകൊണ്ട് തന്നെ the deployment of central forces, കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെൻറ്റ്, അവരെ നിയോഗിക്കുന്നത് ഷുഡ് ഹാവ് ബീൻ വെൽക്കംഡ്, തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പർട്ടിക്കുലർലി വെൻ ദ ഹൈ കോർട്ട് ഹാസ് ഡിറക്റ്റഡ്, ഹൈക്കോടതി ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ഡിപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിൻ്റെ കോസ്റ്റ് വിൽ ബോൺ ബൈ ദ സെൻട്രൽ, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് വഹിക്കേണ്ടത്, നോട്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. BORNE, ബോൺ എന്ന് പറയുന്നത് ബെയർ, വഹിക്കുക എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. വിൽ ബോൺ, BORNE, അവരാണ് വഹിക്കേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെൻറ്. Election will be held on nearly 73,897 seats of the three-tier local body structure. Election will be held, election നടക്കും, to nearly 73,897 സീറ്റുകളിൽ of the three-tier local body structure, അതിൻ്റെ ത്രിതല പഞ്ചായത്ത് സ്ട്രക്ചറിൽ. ഇൻ 2013, the SEC itself had sought Supreme Court direction for deployment of central forces, in stark contrast with its opposition to now. Violence has been normalized in state politics for decades, and parties in the opposition always seek the deployment of central forces in all elections. In 2013, the SEC, State Election Commission itself, അത് തന്നെ had sought Supreme Court a direction for deployment of central forces. കേന്ദ്രസേനയുടെ വിന്യാസത്തിന് വേണ്ടി ഡയറക്ഷൻ നൽകാൻ സുപ്രീം കോർട്ടിൽ പോയവരാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 2013. In stark contrast with its opposition to it now. In stark contrast, STARK, contrast, stark contrast എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായി. In stark contrast with its opposition to it now. ഇപ്പോൾ കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു 2013. Violence has been normalized in state politics for decades. Violence, അക്രമങ്ങൾ, has been normalized, അത് വളരെ സാധാരണമായിരിക്കുകയാണ്, നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ഇൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ, ഫോർ ഡെക്കേഡ്സ്, ദശാബ്ദങ്ങളായി. ആൻഡ് പാർട്ടീസ് ഇൻ ദ ഓപ്പോസിഷൻ, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ, ഓൾവേസ് സീക്ക് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഫോഴ്സ് ഇൻ ഓൾ ഇലക്ഷൻസ്. എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ അവർ അന്വേഷിക്കും, അവർ ആവശ്യപ്പെടും ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഫോഴ്സസ് ഇൻ ഓൾ ഇലക്ഷൻസ്. എല്ലാ ഇലക്ഷനിലും സെൻട്രൽ ഫോഴ്സിനെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ ഇലക്ഷനിലും ആവശ്യപ്പെടാറുണ്ട്. In the 2018 local body polls,
there was no deployment of central forces, and in more than one third of the seats, the ruling party Trinamool Congress candidates won without contest. In 2018 ഉള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ there was no deployment of central forces. സെൻട്രൽ ഫോഴ്സസിൻ്റെ കേന്ദ്രസേനയുടെ വിന്യാസം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇൻ മോർ ദാൻ വൺ തേർഡ് ഓഫ് സീറ്റ്സ്, മൂന്നിൽ ഒരു സീറ്റും, ഓക്കെ, മൂന്നിലൊന്നും ദ റൂളിംഗ് തൃണമൂൽ കോൺഗ്രസ് കാൻഡിഡേറ്റ്സ്, ആ സീറ്റുകളിലൊക്കെ മൂന്നിലൊന്ന് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വോൺ, അവർ വിജയിച്ചു വിത്തൗട്ട് കോൺടെസ്റ്റ്, ഒരു മത്സരമില്ലാതെ വിജയിച്ചു. എന്താ, ഓപ്പോസിഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഒപ്പോസിഷൻ പാർട്ടീസ് were not allowed to put up any candidate in these seats. ഒപ്പോസിഷൻ പാർട്ടീസ്, പ്രതിപക്ഷ പാർട്ടികൾ were not allowed, അവർക്ക് അനുമതിയില്ല to put up any candidate, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ in these seats, ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പ്രതിപക്ഷ പാർട്ടികളെ അനുവദിക്കപ്പെടാറില്ല. While the situation is a bit better this time, while the situation, ഇപ്പോഴുള്ള സിറ്റുവേഷൻ is a bit better, അല്പം ഭേദപ്പെട്ടതാണ്. The opposition parties have not been able to file nomination in about 50 of the 341 blocks of the state amid reports of the intimidation of candidates. The opposition parties have not been able to file nomination. opposition പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നോമിനേഷൻ നൽകാൻ പറ്റില്ല. ഇൻ അബൌട്ട് 50 ഓഫ് ദ 341 ബ്ലോക്സ് ഓഫ് ദ സ്റ്റേറ്റ്, 341 ബ്ലോക്ക് പഞ്ചായത്തിൽ 50 എണ്ണത്തിൽ ഒരു ഒപ്പോസിഷൻ പാർട്ടികൾക്ക് അവരുടെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ സാധ്യമല്ല. amid reports of the intimidation of candidates, ഇത് സ്ഥാനാർത്ഥികളുടെ ഭീഷണി കാരണമാണ്. സ്ഥാനാർത്ഥികളുടെ ഭീഷണി കാരണം ഒപ്പോസിഷൻ പാർട്ടികളിലെ ആളുകൾക്ക് നോമിനേഷൻ പോലും സാധ്യമല്ല. അങ്ങനെ 50ഓളം സീറ്റുകളിൽ, അത് ബ്ലോക്ക് പഞ്ചായത്തിലെ 340 സീറ്റുകളിൽ 41 സീറ്റുകളിൽ 50 സീറ്റുകളിൽ സാധ്യമല്ല. Governor C.V. Anand Bose visited violence-affected area at Bhangar and Canning and Rajbhavan. And Rajbhavan, Kolkata has opened a central control room where citizens can register their grievances related to polls. Governor Anand Bose, C.V. Anand Bose is from Kerala, is a Malayali, visited violence affected area, അക്രമമേറ്റ വയലൻസ് ഉണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ബഹനഗർ ആൻഡ് കാനിങ് അവിടെയാണ് സന്ദർശിച്ചത്. ആൻഡ് രാജ്ഭവൻ കൊൽക്കത്ത ഹാസ് ഓപ്പൺഡ് എ കൺട്രോൾ റൂം, കൽക്കട്ടയിലെ രാജ്ഭവൻ ഒരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേർ സിറ്റിസൺ ക്യാൻ രജിസ്റ്റർ ദർ ഗ്രീവൻസസ് റിലേറ്റഡ് ടു ദ പോൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഗ്രീവൻസസിന് അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാം. ഏത് സിറ്റിസനും അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാം. ദ പീസ് റൂം, ആസ് ദ ഗവർണർ കോൾസ് ഇറ്റ്, അതിനെ പീസ് റൂം എന്നാണ് ഗവർണർ വിളിക്കുന്നത്. വിൽ ഫോർ
will forward these complaints to the state government and the SEC. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും SECക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും എന്ത് ചെയ്യും, ഈ കംപ്ലൈൻറ്റുകൾ ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഫോളോ അപ്പ് നടത്തും. ദ ഗവർണർ ഹാസ് the complaint to the forward these complaints to the state government and SEC, to the SECക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഫോർവേഡ് ചെയ്യും. ഗവർണർക്ക് അധികാരമില്ലല്ലോ, നടപടിയെടുക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അവർ കംപ്ലൈൻറ്റ് സ്വീകരിച്ചാലും അത് ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ദ ഗവർണർ ഹാസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ ദ deteriorating law and order situation and nudged file the SEC and the state government to take complaints of violence seriously. The governor has turned the spotlight, ആ സ്പോട്ട്ലൈറ്റ് തിരിച്ചിരിക്കുന്നു, ശ്രദ്ധ, on the deteriorating law and order situation. ഡിറ്റോറിയറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വഷളാകുന്ന, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ക്രമസമാധാന നില വഷളാകുന്ന ആ ഡിറ്റോറിയറേറ്റിംഗ് സിറ്റുവേഷനെ സ്പോട്ട് ലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. ആൻഡ് നജ്ഡ്, NUDGED, നജ്ഡ് മീൻസ് ആവശ്യപ്പെടുക, പ്രേരിപ്പിക്കുക, നജ്ഡ്. ദ SEC ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെയും ടു ടേക്ക് കംപ്ലയിൻറ്റ്സ് ഓഫ് വയലൻസ് സീരിയസ്ലി, ഈ ആക്രമണങ്ങളെ പറ്റിയുള്ള കംപ്ലൈൻറ്റുകൾ സീരിയസ് ആയി എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഹി ഹാസ് ഓൾസോ കെയർഫുള്ളി അവോയ്ഡഡ് എ കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഇലക്റ്റഡ് ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുമായി ഒരു കോൺഫ്രണ്ടേഷൻ, ഒരു തരത്തിലുള്ള സംഘട്ടനത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും പോകാതെ, ഹാസ് ഓൾസോ കെയർഫുള്ളി അവോയ്ഡഡ് എ കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഇലക്റ്റഡ് ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി ഒരു കോൺഫ്രണ്ടേഷന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യും പോലെയോ അല്ലെങ്കിൽ മുൻ വെസ്റ്റ് ബംഗാൾ ഗവർണർ ചെയ്തതുപോലെയോ ഉള്ള കോൺഫ്രണ്ടേഷൻ, നേരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും തമിഴ്നാട് ഗവർണർ ചെയ്യും പോലെയോ BJP ഇതര സ്ഥലങ്ങളിൽ ഭരിക്കുന്ന ഗവർണർമാർ ചെയ്യുന്നത് പോലെ ഉള്ള കോൺഫ്രണ്ടേഷനിലേക്ക് അനന്ത ബോസ് പോകാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാൾ വാസ് among the first state to have a 3-tier panchayat system aimed at democratic decentralization. West Bengal was among the first states, ആദ്യത്തെ സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് to have a 3-tier panchayat system, ത്രിതല പഞ്ചായത്ത് സിസ്റ്റം പരിചയപ്പെടുത്തിയ കേരളം പോലെയുള്ള ആദ്യ സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് വെസ്റ്റ് ബംഗാൾ. എന്തിനാണത്? ഡെമോക്രറ്റിക് ഡീസെൻട്രലൈസേഷൻ, ജനാധിപത്യത്തിൻ്റെ വികേന്ദ്രീകരണത്തിന്, ഡെമോക്രറ്റിക് ഡീസെൻട്രലൈസേഷൻ, ജനാധിപത്യ വികേന്ദ്രീകരണത്തിന്. ഇറ്റ്സ് ഫോർ ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് political parties to ensure that the exercise of electing panchayat functionaries does not descend into lawless and chaos. It is for all the stakeholders, എല്ലാ ഉത്തരവാദപ്പെട്ട ആളുകളുടെയും മേലാണ്, ഇൻക്ലൂഡിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടി ഉൾപ്പെടെ എല്ലാവരുടെയും ആവശ്യമാണ് ടു എൻഷുവർ, ഉറപ്പുവരുത്തൽ, ദാറ്റ് എക്സസൈസ് ഓഫ് എലക്ടിംഗ് പഞ്ചായത്ത് ഫങ്ഷണറീസ്,
പഞ്ചായത്ത് ഫംഗ്ഷണറീസിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഡസ് നോട്ട് ഡിസെൻഡ്, അത് താഴരുത് ഇൻ ടു ലോലെസ് ആൻഡ് കെയോസ്, സംഘട്ടനത്തിലേക്കും നിയമവിരുദ്ധതയിലേക്കും നിയമവാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്കും മാറരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.